യൂറോപ്യൻ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് ചോർന്ന വിവരങ്ങൾ പ്രകാരം 2026 മാർച്ചോടെ വ്ളാഡിമിർ പുടിന്റെ സുരക്ഷ അതീവ കർശനമാക്കിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളിലും വൻ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. മോസ്കോയ്ക്ക് സമീപമുള്ള ഔദ്യോഗിക വസതികളും വാൽഡായിലെ വേനൽക്കാല വസതിയും ഉപേക്ഷിച്ച് പുടിൻ ഇപ്പോൾ കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് അതീവ സുരക്ഷിതമായ ഭൂഗർഭ ബങ്കറുകളിലാണ്. ദക്ഷിണ റഷ്യയിലെ ക്രാസ്നോദർ മേഖലയിലുള്ള അത്യാധുനിക ബങ്കറുകളിൽ അദ്ദേഹം ആഴ്ചകളോളം തങ്ങാറുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. യുക്രൈന്റെ ഡ്രോൺ ആക്രമണങ്ങൾ പുടിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം റഷ്യയുടെ ആർട്ടിക് മേഖലയിലുള്ള വ്യോമതാവളങ്ങളിൽ പോലും യുക്രൈൻ ഡ്രോണുകൾ എത്തി ആക്രമണം നടത്തിയിരുന്നു. കോവിഡ് മഹാമാരി കാലത്ത് തുടങ്ങിയ ഐസൊലേഷൻ യുക്രൈൻ യുദ്ധം തുടങ്ങിയതോടെ കൂടുതൽ കർക്കശമാക്കിയിരിക്കുകയാണ്. സാധാരണ ഭരണകാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് യുദ്ധത്തിന്റെ ഓരോ ചെറിയ നീക്കങ്ങളും നേരിട്ട് നിയന്ത്രിക്കുന്നതിലാണ് പുടിൻ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പുടിൻ സാധാരണ ജീവിതം നയിക്കുകയാണെന്ന് ലോകത്തെ കാണിക്കാൻ റഷ്യൻ സർക്കാർ മാധ്യമങ്ങൾ മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങളാണ് പലപ്പോഴും പുറത്തു വിടുന്നതെന്നും റിപ്പോർട്ടുകളിലുണ്ട്. മോസ്കോയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ നിന്ന് തന്നെ ഒരു അട്ടിമറി ഉണ്ടായേക്കാമെന്ന് പുടിൻ ഭയപ്പെടുന്നു. മുൻ പ്രതിരോധ മന്ത്രി സെർജി ഷോയ്ഗുവിനെ പോലുള്ളവർക്ക് സൈന്യത്തിലുള്ള സ്വാധീനം പുടിനെ ആശങ്കപ്പെടുത്തുന്നതായി രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.